നമ്മുടെ സമൂഹത്തിനെ ഇത് ഇങ്ങനെ ഒരു പിരമിഡായിട്ട് ഒരു ട്രയാങ്കിളായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്താൽ ഇതിൻ്റെ അടിത്തട്ടിലാണ് ഏറ്റവും ഈ മദ്യവും ലോട്ടറിയും വാങ്ങിക്കുന്ന ആളുകൾ. ഇതിൻ്റെ നടുക്കുള്ള മധ്യവർഗത്തിൽപ്പെട്ടവരാണ് ഭേദപ്പെട്ട വ്യാപാരം നടത്തുന്നവർ, സർക്കാർ ഉദ്യോഗസ്ഥരെ, ഉദ്യോഗത്തിന് ശേഷം പെൻഷൻ വാങ്ങുന്നവർ, NRIs ഒക്കെയുള്ള ഏറ്റവും മുകളിലുള്ള അതിസമ്പന്നർ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഫോബ്സ് മാസികയിലേക്ക് വരുന്ന യൂസഫ് അലി, രവിപിള്ള, അല്ലെങ്കിൽ ഇവിടെ സ്വർണ്ണപ്പണയ വ്യാപാരം നടത്തുന്ന ചില കുടുംബങ്ങൾ, ഈ ഇൻഫോസിസിൻ്റെ സഹസ്ഥാപകൻ ക്രിസ് ഗോപാൽ, ഈ പേരുകളൊക്കെ ഇവിടെ അതിസമ്പന്നരാണ്. അവരൊക്കെ ലെജിറ്റിമേറ്റായിട്ട് പണം സമ്പാദിക്കുന്നവരാണ്. ഈ രണ്ട് സെഗ്മെൻറ്റിലും ഈ ഇൻകം സംസ്ഥാനത്തിന് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഏറ്റവും അടിത്തട്ടിൽ നിന്നാണ് ഈ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. നോൺ ടാക്സബിൾ ഇൻകം, അതായത് നികുതി അല്ലാതെ സർക്കാരിന് കിട്ടുന്ന ഇൻകത്തിൻ്റെ 70 മുതൽ 80% വരെ മദ്യത്തിൽ നിന്ന് ലോട്ടറിയിൽ നിന്നാണ്. അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം റവന്യൂവിൻ്റെ 4/1 ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നാണ്. അത് ജനറേറ്റ് ചെയ്യുന്നത് ഏറ്റവും അടിത്തട്ടിൽ നിന്നാണ്. ഈ പണം എവിടേക്കാണ് പോകുന്നത്? റിവേഴ്സ് സോഷ്യലിസത്തിലാണ് ഒക്കെ പോകുന്നത്, മുകളിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ശമ്പളത്തിനും പെൻഷനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തീർച്ചും അനാരോഗ്യകരമാണ്, ഒഴിവാക്കേണ്ടതാണ്, ഇത് നിലനിൽക്കുന്നതല്ല. പിന്നെയോ ഇങ്ങനെ കിട്ടുന്ന പണം കൂടാതെ നമ്മൾ എന്ത് ചെയ്യും? സൈഡിൽ നിന്ന് കടം മേടിക്കും. അതാണ് മസാല ബോണ്ട്, കിഫ്ബി, ഈ NRI പെൻഷൻ ചിട്ടി, KSF ചിട്ടി, ഇതെല്ലാം ഈ പാർശ്വഭാഗങ്ങളിൽ നിന്ന് മേടിക്കുന്ന കടമാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു എക്കണോമിയുടെ ഒരു വളരെ ലളിതമായ ഒരു റെപ്രസെൻറ്റേഷനാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.